ഇനി പറയാൻ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യണേ കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം തേൻനെല്ലിക്ക. ഈ ഹെൽത്ത് ബെനിഫിറ്റ്സിനേക്ക് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റിക്കോ. എനിക്കിത് ഭയങ്കര കൊതിയായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഇതിനു മുമ്പ് ഞാനിത് ട്രൈ ചെയ്തിട്ട് ഞാൻ അട്ടർ ഫെയിലിയർ ആയിരുന്നു. ഭയങ്കര ശോകമായിപ്പോയി, ശരിയായില്ല, ചീത്തായിപ്പോയി. അങ്ങനെ ഞാൻ വിവരമുള്ള ആൾക്കാരുടെ വീഡിയോസ് എല്ലാം യൂട്യൂബിൽ കണ്ടതിന് ശേഷമാണ് ഈ പ്രാവശ്യം ട്രൈ ചെയ്യണത്. ഈ പ്രാവശ്യം ഇത് പൊളിക്കിങ്. അപ്പോൾ എൻ്റെ ഒരു ധാരണ തേൻനെല്ലിക്ക ഉണ്ടാക്കുന്നത് തേൻ വെച്ചിട്ടാണെന്നായിരുന്നു. പക്ഷെ അല്ല, ശർക്കര അല്ലെങ്കിൽ പനങ്കൽക്കണ്ടമാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒട്ടും കുറയ്ക്കാതെ തന്നെ ഞാൻ പനങ്കൽക്കണ്ടമാണ് നമ്മുടെ തേൻനെല്ലിക്കയ്ക്ക് വേണ്ടിയിട്ട് എടുത്തേക്കണത്. ഇതുപോലെ പനങ്കൽക്കണ്ടം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. അതിലേക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന ആവിയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ നെല്ലിക്ക ജസ്റ്റ് ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്തിട്ട് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്ലോ ഫ്ലെയിമിൽ കുറച്ചധികം സമയം ഇതിട്ട് ഇങ്ങനെ തിളപ്പിക്കണം. അങ്ങനെ തിളപ്പിച്ച് വരുമ്പോഴത്തേക്കും ഈ നെല്ലിക്ക ഒന്നിങ്ങനെ ചുരുങ്ങി അതിലേക്ക് ഈ ഒരു പനങ്കൽക്കണ്ടത്തിൻ്റെ മധുരം എല്ലാം പിടിച്ച് നല്ല അടിപൊളിയാവും. ഞാനൊരു ഏലക്ക ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി, എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ നെല്ലിക്ക ഇതുപോലെ ഒന്ന് വിണ്ട് അതിനകത്തേക്ക് ഈ പനങ്കൽക്കണ്ടത്തിൻ്റെ മധുരം എല്ലാം പിടിച്ച് നല്ല അടിപൊളിയാകും. എന്നിട്ട് നമ്മളതിൽ ചൂടാറിയതിന് ശേഷമാണ് ഒരു ടിന്നിലേക്ക് മാറ്റേണ്ടത്. ഞാൻ പിറ്റേ ദിവസമാണ് മാറ്റിയത് കേട്ടോ. അതുവരെ നമ്മളത് അതിലിങ്ങനെ സോക്ക് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാനിതൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള തേൻനെല്ലിക്കയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം നോക്കി റെഫറൻസ് എടുത്തിട്ട് ചെയ്ത് നോക്കുക. ഹെൽത്ത് ബെനിഫിറ്റ്സും ഒരുപാടുണ്ട്. അതുപോലെ തന്നെ കുറേയും പഴയ നോസ്റ്റു 90s കിഡ്സിനൊക്കെ ഇത് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു സംഭവമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. ബൈ.